ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് വളരെ ഡേഞ്ചറസ് ആയ ഒരു കോമ്പൗണ്ടാണ്. ആസിഡ് റെയിനൊക്കെ കാരണമാവണത് ഈ കോമ്പൗണ്ടാണ്. അതുമാത്രമല്ല ചില സ്ഥലങ്ങൾ വരൾച്ച, അതുപോലെ സോയിൽ ഇറോഷൻ, നമ്മളിത് ശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ മരണപ്പെടും. ചില മെറ്റൽസിനെ തുരുമ്പ് പിടിപ്പിക്കാൻ മെയിൻ റീസൺ ഡൈഹൈഡ്രജൻ മോണോക്സൈഡാണ്. 1997 നേതൻ സോൺ എന്ന് പറഞ്ഞൊരു 14 വയസ്സുള്ള കുട്ടി ഈ കോമ്പൗണ്ട് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ നടത്തി. 50 പേരിൽ 43 പേരും പോസിറ്റീവായിട്ട് ഇത് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്തു. എന്താണ് ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്? ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് നമുക്കൊക്കെ വളരെ പരിചയമുള്ള വെള്ളമാണ്. H2O, വാട്ടർ, പച്ചവെള്ളം, സബ്സെ ബഡ ശുദ്ധ പാനി. അതായത് ഇതിനെ നമുക്ക് സോണറിസം എന്ന് വിളിക്കാം. അതായത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തും മിസ്ലീഡ് ചെയ്തും അതിലെ ആൾക്കാർക്ക് കൺഫ്യൂഷനും അതുപോലെ പേടിയൊക്കെ ഉണ്ടാക്കുക എന്നാണ് ഈ തിയറി പറയണത്. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പൊളിറ്റീഷ്യൻസാണ്. അതായത് ഒരു കൃത്യമായ വസ്തുതയെ വളച്ചൊടിച്ച് അവർ ജനങ്ങളിലേക്ക് കൺഫ്യൂഷനും പേടിയും കൊടുക്കുന്നു. അതിൻ്റെ ഒരു ഉത്തമമായ എക്സാമ്പിളാണ് പൊളിറ്റീഷ്യൻസ് ഇലക്ഷൻ സമയത്ത് ഇറങ്ങുന്നത്. ഇലക്ഷൻസാണ് വരുന്നത്, വളരെ ചിന്തിച്ചും ഫാക്ട്സ് ചെക്ക് ചെയ്തും മാത്രം വോട്ട് ചെയ്യുക.